ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മിനിസ്ട്രിയിൽ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസർവ്ഡ് കാറ്റഗറിയിലുള്ള എല്ലാ ഇൻ്റർവ്യൂവിലും അയാളൊരു മെമ്പറാണ്. കാരണം അങ്ങനെ ഒരു കമ്പൽസറി ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളുണ്ട്. അയാൾ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറയാണ്, ലഞ്ച് ടൈമിൽ ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് കാഷ്വലായിട്ട് ഒരു കാര്യം പറയുന്നു. പക്ഷേ എൻ്റെ മകൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എനിക്കത് ഉത്തരമില്ല, എന്താ പറയുക. ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പഠിപ്പിച്ചിട്ടുണ്ട് അൺടച്ചബിൾ ആയിട്ടുള്ള, കാട്ടിൽ മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുള്ള സ്ഥലമാണ് കേരളം, ആന്ധ്ര, അങ്ങനെയൊക്കെ. അപ്പം മകൻ സോഷ്യൽ സയൻസ് ക്ലാസ് പഠിച്ചതാണ്. ഒറീസയിലും ആന്ധ്രയിലും കേരളത്തിലൊക്കെ അങ്ങനെയുള്ളവരുണ്ട്, നോർത്ത് ഈസ്റ്റിലുണ്ട്, ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അവർ കറുത്ത എക്സ്പ്രഷനിൽ തന്നെ അവരെ കാണാം, വ്യത്യസ്തമാണ്, അവരുടെ ജീവിതശൈലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ മകൻ ചോദിക്കുകയാണ്, അടുത്ത വെക്കേഷന് പോകുമ്പോൾ അങ്ങനെ ഒരാളെ തൊടാൻ എന്നെ ഒന്ന് സമ്മതിക്കണം. ആരോടാ ചോദിക്കുന്നത്? അതേ കാറ്റഗറിയിൽപ്പെട്ട. കാരണം ഈ മകനെ ഡൽഹിയിൽ സ്കൂൾ ചേർക്കുമ്പോൾ ജനറൽ കാറ്റഗറിയിലാണ് ചേർത്തത്. കാരണം ഹി ഡസൻ വാണ്ട് റിസർവേഷൻ. ഇയാൾ അനുഭവിച്ച ഈ പറഞ്ഞ ഒരു ഷെയിം ഉണ്ടല്ലോ, ഓരോ കമ്മിറ്റിയിൽ ഇരിക്കുമ്പം അവരുടെ ധാരണ നമ്മൾ കമ്മിറ്റിയിൽ ഗ്രേറ്റ് ആയിട്ടിരിക്കുന്നതല്ല, ഞാൻ ഈയൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് എൻ്റെ മകനിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛൻ്റെ കഥയാണ്. ഇതെല്ലാം നമ്മുടെ തലയ്ക്കകത്താണ്. അയാൾ അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ പേര് അറിഞ്ഞുകൊണ്ട് പറയാത്തതാണ്, നാവിലിങ്ങനെ വരുന്നുണ്ട് പേര്, കാരണം അങ്ങനെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല, ഇന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവനോട് പറയാം, നമ്മളൊക്കെ അതിൽ പെട്ടിട്ടുള്ളവരാണ്. ദൈവമേ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ കുറേ കഥകളും അവരുടെയൊക്കെ കൂടെ ജീവിക്കുകയും. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത്, ഞാൻ അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവനെന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. ചേർത്ത് പിടിക്കലിലൂടെയാണ് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇത്രേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ള 2 മഹാനേതാക്കന്മാരാണ് മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരു. കറക്റ്റ്. പക്ഷെ അവരുടെ ഫോളോവേഴ്സിന് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം. അവരെ തമ്മിൽ ചേർക്കാൻ തീർച്ചയായിട്ടും. അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ഒക്കെ സങ്കല്പിച്ച ഒരു സങ്കല്പം നമ്മുടെ കേരളത്തിൽ ഇന്നില്ല.